Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായ്മുക്കിൽ ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി പയ്യന്നൂർ അന്നൂർ സ്വദേശിനി ഗ്രീഷ്മ മരണപ്പെട്ടു. കടന്നപ്പള്ളി സ്കൂളിലെ അറ്റൻഡറാണ് മരണപ്പെട്ട ഗ്രീഷ്മ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപകനായ ലിജോ ജോണിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ച് പ്രതിഷേധിച്ചു. അധ്യാപക ട്രെയിനിയെ സ്കൂളിലെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവവും വിവാദവും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിനോദയാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് മുൻ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി രാഘവൻ. കരിവെള്ളൂർ സമരത്തിന്റെ 79ാം വാർഷിക ദിനാചരണം രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയെയും രാമന്തളി പഞ്ചായത്തിന്റെ വടക്കേയറ്റമായ ചൂളക്കടവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലത്തിനായി കാത്തിരിക്കുന്നു ഓരോരുത്തരും. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായ്മുക്കിൽ ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി പയ്യന്നൂർ അന്നൂർ സ്വദേശിനി ഗ്രീഷ്മ മരണപ്പെട്ടു. കടന്നപ്പള്ളി സ്കൂളിലെ അറ്റൻഡറായിരുന്നു മരണപ്പെട്ട ഗ്രീഷ്മ. രാവിലെ 10 മണിയോടെയാണ് അപകടം നടന്നത്. ദേശീയപാതയിൽ കണ്ടോത്ത് ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസ് ജീവനക്കാരി അന്നൂർ ശാന്തി ഗ്രാമത്തിലെ VM യുഗേഷിന്റെ ഭാര്യ KK ഗ്രീഷ്മയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:45 കണ്ടോത്തെ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫീസിന് സമീപത്താണ് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ അംഗൻവാടി അധ്യാപിക KK ഗീതയുടെയും തൃക്കരിപ്പൂർ തങ്കയത്തെ റിട്ടയർഡ് അധ്യാപകൻ C മധുസൂദനന്റെയും മകളാണ് മരണപ്പെട്ട ഗ്രീഷ്മ. മകൻ ആരവ്, സഹോദരൻ വൈശാഖ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപക ട്രെയിനിയായ ലിജോ ജോണിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ച് പ്രതിഷേധിച്ചു. പഴയങ്ങാടി ടൗണിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരാണ് നോട്ടീസ് പതിച്ചത്. ഈ മാസം 9-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ടൂർ പോയ സമയത്ത് അധ്യാപക വിദ്യാർത്ഥിയായ ലിജോ ജോൺ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയതിനെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ പഴയങ്ങാടിയിൽ വിളിച്ചുവരുത്തി ലിജോ ജോണും സുഹൃത്തുക്കളും മർദ്ദിച്ചതായാണ് പരാതി. ഡിവൈഎഫ്ഐ മാടായി സൗത്ത് മേഖലാ പ്രസിഡന്റ് കൂടിയായ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്.
യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. B.Ed വിദ്യാർത്ഥിയായിട്ടുള്ള അധ്യാപക ട്രെയിനി ആയിട്ടുള്ള ലിജോ എന്നുള്ള DYFIയുടെ ക്രിമിനൽ ആ 2 പെൺകുട്ടികൾക്കെതിരെ മോശമായി പ്രതികരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് 2 വിദ്യാർത്ഥികളെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാടിക്കലിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷവും ആ പരാതി കൊടുത്തതിന് ശേഷം ഇത്രയും ദിവസങ്ങളായിട്ട് ലിജോയെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് പഴയങ്ങാടി പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും കഴിവുകെട്ട വസ്തുത മാത്രമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഈ പോലീസ് സംഘത്തിന് നേരെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് പുത്തൻപുരയിൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. രാഹുൽ എടാട്ട്, വിജേഷ് മാട്ടൂൽ, അക്ഷയ് മാട്ടൂൽ, ശ്രീരാഗ് മാടായി, ശോഭിത്ത് ഏഴോം, സരീഷ് പുത്തൂർ, സിബിൻ തിമോത്തി, CH മുബാസ്, അഹമ്മദ് യാസിൻ, KE മുഹമ്മദ് റാഹിദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ട്രെയിനിയെ സ്കൂളിലെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവവും വിവാദവും. ഇതുമായി ബന്ധപ്പെട്ട് വിനോദയാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മുൻ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ C. രാഘവൻ. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടത്തേണ്ടതുണ്ട്. ആ യോഗത്തിൽ ഒരു പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ ആ യോഗം നടത്തി ഒരു അധ്യാപകന് ഈ ടൂറിൻ്റെ കാര്യത്തിന് ഒരു ചുമതല നൽകും. അപ്പോൾ ഈ ചുമതല നൽകുമ്പോഴും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വരുന്നത് പ്രിൻസിപ്പളിനും അതേപോലെ ഹെഡ് മാസ്റ്റർക്കുമാണ് വരുന്നത്. PTA ഒരു പ്രതിനിധി കൂടി ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ വിളിക്കുന്ന ഈ മീറ്റിങ്ങിൽ PTA പ്രതിനിധി അടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് വരേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എസ്കോർട്ടിംഗ് ആയിട്ട് പോകുന്നതിന് സ്കൂളിലെ ടീച്ചേഴ്സ്, സ്റ്റാഫ് എന്നിവരെ പിന്നെ PTA ഒരംഗം എന്ന രീതിയിൽ അവരെയും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പ്രിൻസിപ്പളിന് വിശ്വാസം ഉണ്ട് എങ്കിൽ ഇതില്ല അല്ലറ ചില്ലറ കാര്യങ്ങളിലൊക്കെ ചെറിയ ഭേദഗതി വരുത്തുന്നുണ്ടാകാം. കാരണം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ പോകുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാഴ്ച മുമ്പേ തന്നെ RTOവിന് ഈ ഞങ്ങൾ ഇന്ന ടൂറിന് പോകുന്നുണ്ടെന്നും ഇന്ന വാഹനമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഒരു അറിയിപ്പ് കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെക്കിങ് അവരുടെ വാഹനം ഫിറ്റാണ് എന്ന് പറയുന്ന രീതിയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ആവശ്യം ഉണ്ട്. അപ്പോൾ ടൂറിന് പോകുന്നതിന് ഈ തരത്തിലാണ് സ്കൂളുകളിൽ പൊതുവെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ സ്കൂൾ ടൂറ് നടത്തുന്നത് 3 ദിവസമാണ് മാക്സിമം ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആ ടൂറ് നടത്തുന്നതിൽ തന്നെ രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെ ടൂറ് ആയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നുകൂടി ഈ അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ 2ാമത് ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയുള്ള സർക്കുലറിൽ 15 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. അതിപ്പോഴും കുറച്ചിട്ട് ഏകദേശം പകുതിയോടടുത്തിട്ട് 8 പറയുന്ന രീതിയിലേക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൂറുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാൻ ഉള്ളത്. പിന്നെ ടൂറിനെ സംബന്ധിച്ചിടത്തോളം സുഗമമായി നടത്തുന്നതിനുള്ള മുൻകരുതൽ മുഴുവൻ എടുക്കേണ്ടത് പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ചുമതലയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തി പ്രിൻസിപ്പളായിരിക്കും. സ്കൂൾ ടൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ തന്നെ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് സ്കൂൾ പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള അധ്യാപകൻ. ഈ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാര്യങ്ങളിൽ ഉള്ളത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ ഒരാളെ കാണാതായി. കയ്യൂർ ചീമേനി സ്വദേശി അനിലിനെയാണ് കാണാതായത്. രാത്രി 8 മണിയോടെ മൃതദേഹം കണ്ടെത്തി. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയാൾ മുങ്ങി മരണപ്പെട്ടു. കയ്യൂർ ചീമേനി സ്വദേശി അനിലാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 4:45ഓടെ അനിൽ ഭാര്യയുമൊത്താണ് ക്ഷേത്രകുളത്തിൽ എത്തിയത്. കുളിക്കാനിറങ്ങിയ അനിൽ കുളത്തിൽ നിന്നും കയറാത്തതിനെ തുടർന്ന് ഭാര്യ ബഹളം വെക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ സംഘത്തിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ രാത്രി 8 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കരിവെള്ളൂർ സമരത്തിന്റെ 79ാം വാർഷിക ദിനാചരണം. രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. ജന്മി നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ കരിവെള്ളൂരിലെ കർഷക ജനത നടത്തിയ പോരാട്ടത്തിന്റെ വീരസ്മരണകൾ ഉണർത്തി കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ബലികുടീരത്തിൽ നിന്ന് ടി ഗോപാലൻ അത്ലറ്റുകൾക്ക് രക്തപതാക കൈമാറി. തുടർന്ന് റിലേയായി കണിയാംകുന്ന്, മാലാപ്പ്, ചീറ്റ, സരു സ്റ്റോർ, ഓണക്കുന്ന് എന്നിവിടങ്ങളിൽ കൂടി പതാക രക്തസാക്ഷി നഗറിലെത്തി. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് ഫലവും ഇടതു ബദലിനായുള്ള പോരാട്ടവും എന്ന വിഷയത്തിൽ MJ ശ്രീചിത്രൻ പ്രഭാഷണം നടത്തി. ഇന്ന് കോവിഡിന്റെ ആ കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതോ പുരാതന കാലം പോലെയായി. സോഷ്യൽ മെമ്മറി നമുക്ക് വളരെ കുറവാണ്. സോഷ്യൽ മെമ്മറി കുറഞ്ഞിരിക്കുന്നു എന്നത്, സമൂഹത്തിന്റെ ഓർമ്മ കുറഞ്ഞിരിക്കുന്നു എന്നത് രാഷ്ട്രീയമായി വലിയ ദൗർബല്യമായി മാറും. ഒരു സമൂഹം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ ഓർമ്മ ശക്തമായി നിലനിൽക്കുമ്പോഴാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലവും യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ചിത്രം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഓർമ്മ എത്ര കണ്ട് രോഗാതുരമായിരിക്കുന്നു, എത്ര കണ്ട് ദുർബലമായിരിക്കുന്നു എന്നൊരു കാഴ്ചയാണ്. 1946 കരിവെള്ളൂരിൽ നടക്കുന്ന സമരത്തിന്റെ ഓർമ്മ അതുകൊണ്ട് തന്നെ ഒരു പഴയ ഓർമ്മയായി ഇന്ന് പ്രായമുള്ള കുറച്ച് മനുഷ്യരിൽ മാത്രം അവശേഷിക്കുന്ന ചില കനൽക്കട്ടകളായി തീരുകയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു പുരാണ കഥ പോലെ ഒരു പഴയ കഥ, ഇതിഹാസ കഥകൾ കേൾക്കുന്നത് പോലെ തന്നെ ഒരു പഴയ കഥയാണ് പുന്നപ്രയും വയലാറും കയ്യൂരും കരിവെള്ളൂരും എല്ലാം എന്ന നില വന്നിരിക്കുന്നു. ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷനായി. സി കൃഷ്ണൻ, വി കുഞ്ഞികൃഷ്ണൻ, എം രാഘവൻ, പി സന്തോഷ്, കെ പി ജ്യോതി, പി രമേശൻ, എം സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 20-ന് രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയെയും രാമന്തളി പഞ്ചായത്തിന്റെ വടക്കേ അറ്റമായ ചൂളക്കടവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലത്തിനായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. രാമന്തളി വടക്കുംപാട്ടുകാരുടെ അരനൂറ്റാണ്ടിലേറെയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ചൂളക്കടവ് പാലം പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയെയും രാമന്തളി പഞ്ചായത്തിന്റെ വടക്കേ അറ്റമായ ചൂളക്കടവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. നിലവിൽ ചൂളക്കടവ്, വടക്കുംപാട് പ്രദേശങ്ങളിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച് പുന്നക്കടവ് പാലം വഴിയാണ് പയ്യന്നൂരിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 15-ന് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. ബോസ്റ്ററിംഗ് ആർച്ച് മാതൃകയിൽ 228.2 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും 6 സ്പാനോട് കൂടിയാണ് നിർമ്മാണം. ഇരുവശവും നടപ്പാതയും വലിയ ബോട്ടുകൾക്ക് കടന്നുപോകാനാകും വിധം 6 മീറ്റർ ഉയരവുമുണ്ടാകും. വടക്കുംപാടിന്റെ സ്വപ്നം പൂവണിയാനൊരുങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. തെരുവുവിളക്കുകളില്ലാതെ ബസ് കാത്തു നിൽക്കുന്നവർ ദുരിതത്തിൽ. ദിനംപ്രതി നിരവധി പേരെത്തുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് തെരുവുവിളക്കുകളില്ലാതെ ബസ് കാത്തു നിൽക്കുന്നവർ ബുദ്ധിമുട്ടിലാകുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് തെരുവുവിളക്കുകൾ ഇല്ലാതെ ബസ് കാത്തു നിൽക്കുന്നവർ ബുദ്ധിമുട്ടിലാകുന്നത്. ദിവസവും വൈകുന്നേരത്തോടെ ആശുപത്രി ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം നിരവധി പേരാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതിനായി ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ യാത്രക്കാർ ബസ്സിൽ കയറുന്നത്. ഈ ഭാഗത്താണ് തെരുവുവിളക്കുകൾ ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നു വരുമ്പോഴുള്ള വെളിച്ചവും സമീപത്തെ കടകളിൽ നിന്നുള്ള വെളിച്ചവും മാത്രമേ ഇവിടെ ആകെയുള്ളൂ. ദേശീയപാതയുടെ മറുഭാഗത്ത് ഇറങ്ങി ആശുപത്രിയിലേക്ക് എത്തുന്നവർക്കും വെളിച്ചമില്ലാത്തത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. കണ്ണൂർ കൂടാതെ കാസർഗോഡ്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് ചികിത്സ തേടിയും മറ്റും പരിയാരത്ത് എത്തുന്നത്. ഇങ്ങനെയുള്ള ഇവിടെ രാത്രികാലങ്ങളിൽ ബസ്സോ മറ്റു വാഹനങ്ങളോ കാത്തുനിൽക്കുന്ന ഭാഗത്ത് തെരുവുവിളക്കുകൾ ഇല്ലാത്തത് ഏറെ പ്രതിഷേധത്തിനിടയാക്കുന്നു.
ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ തെരുവു വിളക്കുകൾ സ്ഥാപിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ പ്രത്യേക സംവിധാനവുമായി പഴയങ്ങാടി പോലീസ്. ഇതിനകം 200ഓളം മയക്കുമരുന്ന് കേസുകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. യുവതലമുറയ്ക്കിടയിൽ ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടിയുമായാണ് പഴയങ്ങാടി പോലീസ് മുന്നോട്ടു പോകുന്നത്. പരിശോധനയിലൂടെ മയക്കുമരുന്നിന്റെ ഉപയോഗം തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. സംശയം തോന്നുന്നവരുടെ യൂറിൻ സാമ്പിളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. 6 മാസം മുൻപ് ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ സാന്നിധ്യം പരിശോധനയിൽ വ്യക്തമാകുമെന്ന് SI K സുഹൈൽ പറഞ്ഞു. ഏകദേശം 50ഓളം കിറ്റുകൾ വീണ്ടും കാരുണ്യ നമ്മളിലേക്ക് നൽകുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ആരായിരുന്നാലും അവർ MDMA, അതുപോലെ കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കൾ, ഈവൻ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന ഗുളിക രൂപത്തിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികൾ പോലും ഡിറ്റക്ട് ചെയ്യാൻ, വളരെ എഫക്റ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ഉദ്യമത്തിന് മുതിർന്ന കാരുണ്യ പോളിക്ലിനിക്കിനെ ഞാൻ അഭിനന്ദിക്കുവാനും കൂടി, അല്ലെങ്കിൽ നമ്മുടെ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം. പഴയങ്ങാടിയിലെ കാരുണ്യ ക്ലിനിക്കാണ് ടെസ്റ്റിംഗ് കിറ്റ് നൽകിയത്. ഇതിനോടകം തന്നെ 1 വർഷത്തിനിടയിൽ 200ഓളം കേസുകളാണ് പിടികൂടിയത്. പിടികൂടുന്നവരിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട പലരെയും പോലീസിന്റെ കൗൺസിലിംഗ് സെന്റർ വഴി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇനിയും നടപടികൾ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. മഹമ്മൂദ് വാടിക്കൽ, സാദിഖ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോൺഗ്രസ് നേതാവായിരുന്ന VN എരിപുരത്തിന്റെ 6ാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷനും മികച്ച സഹകാരിയുമായിരുന്ന VN എരിപുരത്തിന്റെ 6ാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി MK രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AP നാരായണൻ, KK ഫൽഗുനൻ, A രൂപേഷ്, മധുസൂദനൻ രമം, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, VV ഉണ്ണികൃഷ്ണൻ, ME ദാമോദരൻ, M പ്രദീപ് കുമാർ, KV മോഹനൻ, PK ദിനൂപ്, VM പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ വിജയിച്ച M മനുവിനെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ആനയിച്ച LDF തൃക്കരിപ്പൂരിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ കക്ഷികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും SDPIയും ചേർന്നാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് താൽക്കാലിക വിജയം നേടിക്കൊടുത്തതെന്ന് KP സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. കാസർഗോഡിന്റെ വടക്കൻ മേഖലയിൽ കാസർഗോഡ് ചില പ്രദേശങ്ങളിൽ പോലും മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അണിനിരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, PV തമ്പാൻ, CA ബാലൻ, AG ബഷീർ, P ഹരീഷ് തുടങ്ങിയവരും LDF സ്ഥാനാർത്ഥികളും പ്രസംഗിച്ചു. ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് LDF പ്രവർത്തകർ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് അണിനിരന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ശാസ്ത്രയുടെ ആഭിമുഖ്യത്തിൽ
ടി.കെ. നാരായണ പൊതുവാൾ സ്മൃതി സംഗമവും ഗണിതാധ്യാപക പുരസ്കാരദാനവും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ചു. പ്രമുഖ ഗണിതാധ്യാപകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പയ്യന്നൂർ ടി.കെ. നാരായണ പൊതുവാളുടെ 19ാം സ്മൃതി വാർഷിക ദിനം സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ശാസ്ത്രയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുബന്ധമായി പുരസ്കാരദാനവും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു. ഗണിതാധ്യാപകനും സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പ് അംഗവുമായ ടി.വി. രവീന്ദ്രനാഥിനെ ഗണിതാധ്യാപക പുരസ്കാരം നൽകി ആദരിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ചു. ഡോക്ടർ ഇ. ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വൈ.വി. കണ്ണൻ ടി.കെ. സ്മൃതി ഭാഷണം നടത്തി. പുരസ്കാര ജേതാവ് ടി.കെ. രവീന്ദ്രനാഥ് മറുപടി പ്രസംഗം നടത്തി. വി.ആർ.വി. ഏഴോം, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, പയ്യന്നൂർ എ.ഇ.ഒ. ടി.വി. സുചിത്ര, വിനോദ് എം.വി., കെ.വി. പ്രകാശൻ മാസ്റ്റർ, രാജൻ നപ്യാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നമ്മുടെ കുട്ടികളെ ഗണിത പഠനത്തിൽ എങ്ങനെ മിടുക്കരാക്കാമെന്ന വിഷയത്തിൽ പഠന ക്ലാസും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേരളം കൊഴുമലിലെ എം. കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊഴുമൽ രക്തസാക്ഷി മന്ദിരത്തിൽ നടന്ന യോഗം ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെയും കർഷക സംഘത്തിന്റെയും ബീഡി തൊഴിലാളികളുടെയും സംഘടനാ രംഗത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച എം. കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗണേഷ് ബീഡി സമരവുമായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കൊഴുമൽ രക്തസാക്ഷി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം. രാഘവൻ അധ്യക്ഷനായി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി. സന്തോഷ്, കെ. ഗംഗാധരൻ, ശ്രീ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വാർഡനും കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ചീഫ് വാർഡനുമായ രജീഷ് പി.വി. പിറന്നാൾ ദിനത്തിൽ ഓണക്കുന്നിൽ സൗജന്യ ചോക്കിംഗ് സുരക്ഷാ ട്രെയിനിംഗ് നടത്തി. സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വാർഡനും കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ചീഫ് വാർഡനുമായ രജീഷ് പി.വി. പിറന്നാൾ ദിനത്തിൽ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി CPR ചോക്കിംഗ് സുരക്ഷാ ട്രെയിനിംഗ് നടത്തി. നിരവധി കുട്ടികളും മുതിർന്നവരും ക്ലാസ്സിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്റെ പിറന്നാൾ സമ്മാനമായി 5 പേർക്ക് 5 കിലോ അരിയും സൗജന്യമായി നൽകി. ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസം, അതായത് തന്റെ പിറന്നാൾ സുദിനത്തിൽ നമ്മുടെ തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് വാളണ്ടിയറും കണ്ണൂർ റീജിയൻ ഡെപ്യൂട്ടി ചീഫ് വാർഡനുമായ ശ്രീ രജീഷ് പി.വി. തന്റെ കടക്ക് മുന്നിൽ രക്ഷാപ്രവർത്തന ക്ലാസുകളുമായി മുന്നോട്ട് പോവുകയാണ്. 4 മണിക്കൂറോളമാണ് തന്റെ ലോട്ടറി സ്റ്റാളിന് മുൻവശമുള്ള സ്ഥലത്ത് ബോധവൽക്കരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഫയർമാൻ ഗോപി, വിനീഷ് എന്നിവരാണ് കോർഡിനേറ്റർമാർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിളയാങ്കോട് ശിവക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിന് കൊടിയേറി. ഡിസംബർ 16 മുതൽ 22 വരെയാണ് മഹോത്സവം. വിളയാങ്കോട് ശിവക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി കരുമാരത്തില്ലത്ത് വസുദേവൻ നമ്പൂതിരി കൊടിയേറ്റി. തുടർന്ന് മാതൃസമിതിയുടെ തിരുവാതിരയും വിവിധ കലാപരിപാടികളും നടന്നു. ഡിസംബർ 19 മുതൽ 21 വരെ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. സമാപന ദിവസമായ 22-ന് രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് കൊടിയിറക്കൽ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ആറാട്ട് സദ്യയുമുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക അറബി ഭാഷാ ദിനത്തിൽ വേറിട്ട പ്രദർശനമൊരുക്കി പടന്ന എടച്ചാക്കൈ AUP സ്കൂൾ അറബിക് ക്ലബ്ബ്. 1 ഇഞ്ച് വലിപ്പമുള്ള വിശുദ്ധ ഖുർആൻ മുതൽ കഅബ രൂപങ്ങൾ വരെ കുട്ടികൾ നടത്തിയ പ്രദർശനത്തിലുണ്ട്. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചാണ് അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രദർശനം ഒരുക്കിയത്. 1 ഇഞ്ച് വലിപ്പമുള്ള വിശുദ്ധ ഖുർആൻ മുതൽ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ഖുർആൻ വരെ പ്രദർശനത്തിലുണ്ട്. വിവിധ രാഷ്ട്രങ്ങളുടെ തപാൽ സ്റ്റാമ്പുകൾ, വിദ്യാർത്ഥികൾ വരച്ച 70ഓളം കാലിഗ്രാഫി, കഅബയുടെ രൂപം, അറബ് രാഷ്ട്രങ്ങളിലെ പഴയതും പുതിയതുമായ നാണയങ്ങൾ, പാഠഭാഗമായി വിവിധ പ്രവർത്തനങ്ങളിൽ നിർമ്മിച്ച പോസ്റ്ററുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, അറബി വായനാ കാർഡുകൾ തുടങ്ങി നിരവധി ഇനങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അറബിക് മാഗസിൻ പ്രകാശനവും ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രധാന അധ്യാപകൻ EP വത്സരാജ് നിർവഹിച്ചു. അറബിക്കിന്റെ അക്ഷരമാലയുടെ രീതിശാസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യ ഭംഗിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാലിഗ്രാഫി, അതുപോലെ തന്നെ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കറൻസികൾ, അതുപോലെ ഒട്ടനവധി ഇവരുടെ പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാര്യമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാഫ് സെക്രട്ടറി V. ആശാലത അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ K. സൽമത്ത്, K. റുബൈദ, NB അബ്ദുൾ റഹ്മാൻ, ലാജുമോൾ, അറബിക് ക്ലബ്ബ് ഭാരവാഹികളായ TK നാജില, മുഹമ്മദ് ഷഫാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ട് പൊറുതിമുട്ടി ആലപ്പടമ്പ്, കരിയാപ്പ്, വെളിച്ചന്തോട് പ്രദേശവാസികൾ. ഓരോ ദിവസവും കഴിയുന്തോറും ഇവയുടെ ശല്യം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വേനലായിട്ടും വിട്ടുപോകാത്ത ആഫ്രിക്കൻ ഒച്ചുകൾ നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കരിയാപ്പ്, വെളിച്ചംതോട് ഭാഗങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഈ പറമ്പിലാണ് ഇതിനെ കണ്ടിന്. അന്നേരം നമുക്കൊരു അത്ഭുതപ്പെട്ട ഒരു ജീവിയായിരുന്നു. പിന്നെ ഞങ്ങൾ കൃഷിയിടത്തിലെല്ലാം വാഴയുടെ മേലെയെല്ലാം കയറി വാഴയുടെ ഇലയെല്ലാം തിന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ചേനയിൽ നോക്കുമ്പോഴത്തേനും ചേനയുടെ അടിവശമെല്ലാം തിന്നിട്ട് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇതിനെ പിടിച്ചിട്ട് ഉപ്പ് വെള്ളം കലക്കിയിട്ട് അതിലിട്ടിട്ട് കൊല്ലലാണ്. എന്നാലും സന്ധ്യ സമയത്ത് ഞങ്ങൾ പറമ്പിലും മുറ്റത്തും എല്ലാം ഉണ്ടാവും. എന്ത് ചെയ്തിട്ടും ഇവയെ നശിപ്പിക്കാൻ കഴിയില്ലെന്നും അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വെയിലത്ത് കരിയിലകൾക്കിടയിലും മറ്റും ഒളിച്ചിരിക്കുന്ന ഇവ രാത്രിയായാൽ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലും വീട്ടുമുറ്റത്തും ഇറങ്ങുന്നു. ആഫ്രിക്ക, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന മരത്തടികൾക്കൊപ്പമാണ് ഇവ എത്തിയതെന്ന് കരുതപ്പെടുന്നു. മുട്ടയിട്ട് പെരുകുന്ന ഇവ കൃഷികളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചട്യോൾ SKV UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഡിസംബർ 20 ശനിയാഴ്ച മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 6:45 അരവഞ്ചാലിൽ നിന്ന് ആരംഭിച്ച് ചട്യോൾ SKV UP സ്കൂളിൽ എത്തിച്ചേരുന്ന മിനി മാരത്തോണാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായ്മുക്കിൽ ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി പയ്യന്നൂർ അന്നൂർ സ്വദേശിനി ഗ്രീഷ്മ മരണപ്പെട്ടു. കടന്നപ്പള്ളി സ്കൂളിലെ അറ്റൻഡറാണ് മരണപ്പെട്ട ഗ്രീഷ്മ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപകനായ ലിജോ ജോണിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ച് പ്രതിഷേധിച്ചു. അധ്യാപക ട്രെയിനിയെ സ്കൂളിലെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവവും വിവാദവും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിനോദയാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മുൻ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ C. രാഘവൻ. കരിവെള്ളൂർ സമരത്തിന്റെ 79ാം വാർഷിക ദിനാചരണം രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ K. നാരായണൻ പതാക ഉയർത്തി. പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയെയും രാമന്തളി പഞ്ചായത്തിന്റെ വടക്കേയറ്റമായ ചൂളക്കടവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലത്തിനായി കാത്തിരിക്കുന്നു ഓരോരുത്തരും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.